നമസ്കാരം. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ട് 2014 പവേർഡ് ബൈ ട്രിപ്പിൾ ഐക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സിറ്റിസൺ റിപ്പോർട്ട് 2014 യാത്ര തുടരുകയാണ്. ആദ്യ റൗണ്ട് മത്സരങ്ങൾ പുരോഗമിക്കുന്നു. 3 മത്സരങ്ങളാണ് ആദ്യ റൗണ്ട് മത്സരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇൻസ്റ്റന്റ് റിപ്പോർട്ടിംഗ്, ന്യൂസ് റീഡിംഗ്, ന്യൂസ് ലൈവ് റിപ്പോർട്ടിംഗ്. നമുക്ക് നമ്മുടെ മത്സരാർത്ഥികളെ പരിചയപ്പെടുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ജഡ്ജസുമാരെ പരിചയപ്പെടാം. ശ്രീ ഹരീഷ് പി കടയപ്പുറം, ശ്രീമതി റാണി നികേഷ്. ഇന്ന് 3 മത്സരാർത്ഥികളാണ് മത്സരമുഖത്ത് എത്തുന്നത്. മത്സരാർത്ഥികളെ പരിചയപ്പെടാം. മൻസൂർ അലി സി, മലപ്പുറം എടപ്പാൾ സ്വദേശിയാണ് മൻസൂർ അലി. നിയമബിരുദധാരിയാണ് മൻസൂർ. നാടകരചനയും സംവിധാനവും വിനോദമാക്കിയ മൻസൂറിന് തിരക്കഥാരചനയിൽ മികച്ച കഴിവുണ്ട്. തിരക്കഥയ്ക്ക് സംസ്ഥാന തലത്തിൽ സമ്മാനം ലഭിച്ചിട്ടുള്ള മൻസൂർ നല്ലൊരു നടനുമാണ്. മൻസൂർ അലിക്ക് സിറ്റിസൺ റിപ്പോർട്ടർ 2014 സ്വാഗതം. മൻസൂർ, സിറ്റിസൺ റിപ്പോർട്ടറിന്റെ മത്സരവേദിയിൽ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. രചനയിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന മൻസൂർ സംസ്ഥാന തലത്തിൽ സമ്മാനിതനുമായിട്ടുണ്ട് തിരക്കഥയിൽ. എന്ത് തോന്നുന്നു പുതിയ തിരക്കഥകളും പുതിയ ചലച്ചിത്രങ്ങളും? സിനിമയാണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് തിരക്കഥകളാണ്. പക്ഷേ ഇന്ന് തിരക്കഥകളായിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും മലയാള സിനിമയിലെ തിരക്കഥകളൊക്കെ പറഞ്ഞാൽ തിരക്കിട്ട് എത്തുന്നൊരു കഥയായി മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പഴയ കാലത്ത് പറഞ്ഞാൽ നമ്മുടെ പത്മരാജൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പഴയ തിരക്കഥകൾ എടുക്കുമ്പോൾ നമുക്ക് അറിയാം അത് കാരണം ഒരു സർഗാത്മക രചനയാണ്, അഥവാ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. മനുഷ്യൻ്റെ ജീവിതമാണ് ശരിക്കും സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ മൻസൂറിൻ്റെ നേരം തുടങ്ങുകയാണ്. നല്ല തിരക്കഥയ്ക്കും നല്ല വാർത്തകൾക്കും മൻസൂറിനെ സമീപിച്ചാൽ ലഭിക്കുമെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാമോ? എൻ്റെ ഒരു ലക്ഷ്യം ഉണ്ട്, എനിക്കൊരു നല്ലൊരു സിനിമ മലയാളത്തിന് സമ്മാനിക്കണമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് നിമഞ്ജനം എന്ന് പറഞ്ഞിട്ട്. അതൊരു അരമണിക്കൂറാണ് അതിൻ്റെ ദൈർഘ്യമുള്ളത്. അതിനാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. അപ്പോൾ അതിനെ തന്നെ എന്ത് ചെയ്യുക, ഒരു വലിയൊരു കൊമേഴ്സ്യലല്ല ഒരു വലിയൊരു ഫിലിമിലേക്ക്, അഥവാ നല്ലൊരു ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ചില ത്രെഡുകൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ആ ത്രെഡുകളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മറ്റ് കഥാപാത്രങ്ങളെ. മൻസൂർ, ആ ബിഗ് സ്ക്രീനിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ഈ മിനി സ്ക്രീനിലെ സിറ്റിസൺ റിപ്പോർട്ടർ ഒരു സംഭവമായി തന്നെ അല്ലെങ്കിൽ ഒരു വഴിത്തിരിവായി തന്നെ തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ മത്സരാർത്ഥിയെ വേദിയിലേക്ക് ക്ഷണിക്കാം. സ്റ്റെഫി സേവ്യർ, ആലപ്പുഴ അർത്തുങ്കൽ സ്വദേശിയാണ് സ്റ്റെഫി. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദമുള്ള സ്റ്റെഫി കവിതകൾ എഴുതാറുണ്ട്. പ്രസംഗ മത്സരങ്ങളിൽ ശ്രദ്ധേയ വിജയം കരസ്ഥമാക്കിയിട്ടുള്ള സ്റ്റെഫിയുടെ ആദ്യ ടെലിവിഷൻ അനുഭവമാണ് സിറ്റിസൺ റിപ്പോർട്ടർ. സ്റ്റെഫി സേവ്യറിന് സിറ്റിസൺ റിപ്പോർട്ടർ 2014 സ്വാഗതം. സ്റ്റെഫി സേവ്യർ, അതെ, ആലപ്പുഴ സ്വദേശിയാണ്. അതെ, കവിതകൾ എഴുതാറുണ്ട്. എഴുതിയ കവിത പെട്ടെന്നൊന്ന് ചൊല്ലാമോ? കവിതകൾ ചൊല്ലാൻ പറഞ്ഞാൽ എഴുതിയ കവിത ചൊല്ലാൻ പറ്റാത്ത? അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. മീൻസ് പെട്ടെന്ന് ആലോചിച്ചെടുക്കാൻ ഇച്ചിരി പാടാം. സ്വന്തം കവിതകൾ പെട്ടെന്ന് ആലോചിച്ചെടുക്കാൻ പാടാണ്. സ്വന്തം കവിതകൾ ആലോചിച്ചെടുക്കാൻ പാടുള്ള ഒരാൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും അല്ലെങ്കിൽ സംഭവങ്ങളും ഒക്കെ എങ്ങനെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയും? കവിതകൾ ഒരാളുടെ പ്രശ്നവും രണ്ടും രണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കവിത സാഹിത്യമാണ്, ഒരാളുടെ ജീവിതം ജീവിതമാണ്. അത് കവിത എഴുതാനായിട്ടൊരു സമയമുണ്ട്, ഒരു മൂഡുണ്ട്. പക്ഷേ ഒരാളുടെ ജീവിതത്തിലെ പ്രശ്നത്തിലേക്ക് കടന്നു ചെല്ലാനൊരു പ്രത്യേക മൂഡ് വേണമെന്ന് ഞാൻ കരുതുന്നില്ല. വാക്സാമർത്ഥ്യം അംഗീകരിക്കുന്നു. അപ്പോൾ സ്റ്റെഫിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. മൂന്നാമത്തെ മത്സരാർത്ഥിയെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ഡി സജീവ്. കൊല്ലം വാളത്തുങ്കൽ സ്വദേശിയാണ് സജീവ്. സംഘാടകൻ, അവതാരകൻ, പ്രസംഗകൻ എന്നീ നിലകളിൽ മികവ് തെളിയിച്ചു. സാമൂഹ്യ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന സജീവിന് നിരവധി പുരസ്കാരങ്ങളും ഈ മേഖലയിൽ കിട്ടിയിട്ടുണ്ട്. കേരള സർവകലാശാലയിൽ പ്രസംഗ മത്സരത്തിന് നിരവധി സമ്മാനങ്ങൾ നേടി. വായന, കൃഷി, യാത്രകൾ, സിനിമ എന്നിവയാണ് വിനോദങ്ങൾ. സജീവിന് സിറ്റിസൺ റിപ്പോർട്ടർ 2014 സ്വാഗതം. സജീവ് പരിണിത പ്രജ്ഞനാണ്. സജീവ് റിപ്പോർട്ടിങ്ങിലും പ്രസംഗത്തിലും അതുപോലെ തന്നെ പ്രത്യേകിച്ച് സിറ്റിസൺ റിപ്പോർട്ടിങ്ങിൽ നിരവധി സമ്മാനങ്ങൾ, പ്രത്യേകിച്ച് കേരള സർവകലാശാലയിൽ പലതവണ പ്രസംഗത്തിന് തുടർച്ചയായിട്ട് വിജയം ലഭിച്ചിട്ടുണ്ട്. പിന്നെ ചെയ്ത പല വാർത്തകൾ, സിറ്റിസൺ റിപ്പോർട്ടിംഗ് മേഖലയിൽ തന്നെ ചെയ്തിട്ടുള്ള വാർത്തകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് കേരളത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം 40,000 കോടി രൂപ കേരളത്തിൽ നിന്ന് നാട്ടുകാരെ പറ്റിക്കുകയും
അത് ഞാൻ വാർത്തയായി പുറത്തുവിടുകയും ആ 40,000 കോടി രൂപയിലധികം 40,000 കോടി രൂപ തിരിച്ച് അടയ്ക്കാൻ വേണ്ടി ഗവൺമെൻറ് അടയ്ക്കാനും ഈ പണം വാങ്ങിച്ചവരെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി സുപ്രീം കോടതി കഴിഞ്ഞ മാസമാണ് ഉത്തരവിട്ട് PSC എന്ന് ഒരു പറഞ്ഞത്. വലിയ കയ്യടി കൊടുക്കാം. സജീവിന് എല്ലാവിധ ഭാവുകങ്ങളും. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ നമ്മുടെ 3 മത്സരാർത്ഥികളെയും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ യുദ്ധം തുടങ്ങുകയാണ്. സിറ്റിസൺ റിപ്പോർട്ടർ 2014 ആദ്യ മത്സരമായ ഇൻസ്റ്റന്റ് റിപ്പോർട്ടിംഗ്. മത്സരത്തിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും ഒക്കെ നേരത്തെ തന്നെ പ്രേക്ഷകർക്ക് അറിവുള്ളതാണ്. മത്സരത്തിൽ എത്തുന്നു മൻസൂർ. റിപ്പോർട്ടിംഗ് എന്താണെന്ന് അറിയാം. തിരക്കഥാ രചനയിലും പ്രസംഗത്തിലും കവിതയിലും പ്രത്യേകിച്ച് നിയമവും നന്നായിട്ട് അറിയാവുന്ന മൻസൂർ വാർത്ത നന്നായി റിപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ശ്രമിക്കാം. ദൃശ്യങ്ങളിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിക്ക് മുന്നിലാണ്. ഇവിടെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു പ്രസവ ചിത്രീകരണം നടന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വാട്സപ്പിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 18-നായിരുന്നു ഈ രംഗങ്ങളെല്ലാം ചിത്രീകരിച്ച് വാട്സപ്പിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത്. കഴിയുന്നില്ല, അതല്ല പറയില്ല, എനിക്കറിയാം, പറ്റുന്നില്ല, പറ്റും, പെട്ടെന്ന് പറ്റുന്നില്ല. പറ്റും. ഒരു അവസരം കൂടി കൊടുക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂർ താലൂക്ക് ആശുപത്രിക്ക് മുന്നിലാണ്. ഈ ആശുപത്രിയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു യുവതിയുടെ പ്രസവ രംഗങ്ങൾ ചിത്രീകരിക്കുകയും അത് വാട്സപ്പ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 18-നായിരുന്നു യുവതി ആശുപത്രിയിൽ എത്തിയതും 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതും. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രസവം നടക്കുന്ന സമയത്ത് ഡെലിവറി റൂമിൽ 4 ഡോക്ടർമാരും ഏതാനും നഴ്സുമാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഈ ഡോക്ടർമാരിൽ ആരെങ്കിലും ഒരാളായിരിക്കാം ഈ രംഗങ്ങളെല്ലാം ചിത്രീകരിച്ചതെന്ന് നമുക്ക് അനുമാനിക്കാം. ഈ വാർത്ത റിപ്പോർട്ടറിലൂടെ പുറത്തു വന്നതോടുകൂടി DYFI വീണ്ടും വീണുപോയി. DYFI, യൂത്ത് കോൺഗ്രസ്, മഹിളാ മോർച്ച തുടങ്ങിയ യുവജന സംഘടനകളെല്ലാം തന്നെ പ്രക്ഷോഭങ്ങളുമായി രംഗത്ത് വരികയും ആശുപത്രിയിൽ വളരെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ അന്തരീക്ഷം മുന്നിൽ കണ്ടിട്ടായിരിക്കണം ഇന്ന് കാലത്ത് തന്നെ ആശുപത്രിയിൽ വൻ പോലീസ് സന്നാഹം തന്നെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. മൻസൂർ ആദ്യം ഒന്ന് വീണു. മൻസൂർ, താലൂക്ക് ആശുപത്രികളിൽ പ്രസവം നടക്കാറുണ്ട് സുഗമമായി. അത് ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് വാട്സപ്പിലൂടെ ആ ചിത്രങ്ങൾ പുറത്തു വന്നത് റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണോ കുറ്റം, വാട്സപ്പിൽ പ്രചരിപ്പിച്ചതാണോ കുറ്റം? വാട്സപ്പിൽ വന്നതല്ല, അത് ചിത്രീകരിച്ചാണ് ഏറ്റവും വലിയ തെറ്റ്. പിന്നെ പ്രചരിപ്പിക്കാൻ പാടില്ല. അതിലുപരി അത് ഒരാളുടെ അനുവാദം കൂടാതെ ഒരിക്കലും ഇത്തരം രംഗങ്ങൾ ചിത്രീകരിക്കാൻ പാടില്ല. ഈ അനുഭവങ്ങൾ എപ്പോഴും പാഠമാകട്ടെ. നമുക്ക് ജഡ്ജസിൻ്റെ അഭിപ്രായം കേൾക്കാം. മൻസൂർ ഒരു നാടക രചയിതാവാണ്, സംവിധാനം ചെയ്യാറുണ്ട്, നടനുമാണ് അല്ലേ? എനിക്കിപ്പോൾ ഒരു സംശയം, തുടക്കത്തിലുള്ള ഈ വീഴ്ച ഒരു അഭിനയമായിരുന്നോ നാടകമായിരുന്നോ? പോട്ടെ. പിന്നെ ഈ ദൃശ്യം കണ്ട് നമ്മളിപ്പം ഈ ഇൻസ്റ്റൻറ്റ് റിപ്പോർട്ടിംഗ്, അത് ഒരു തിരക്കഥാകൃത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള പണിയല്ലേ? ഇപ്പോഴെല്ലാവരും ചെയ്യുന്നതല്ലേ? ഫോറിൻ സിനിമകൾ കാണുക, കണ്ട് കോപ്പി ചെയ്ത് മലയാളത്തിലേക്ക് എഴുതുക എന്നുള്ളത്. അപ്പം അതും മൻസൂറിന് എളുപ്പമുണ്ടാണ് അല്ലേ? എളുപ്പമായിരുന്നു, പക്ഷേ ചില കാര്യങ്ങൾ തുടക്കത്തിൽ ഇതായപ്പോൾ ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റു, വീണ്ടും തിരിച്ച് പിടിച്ചു, തിരിച്ച് കയറി, തിരിച്ച് ഒരുവിധം സമഗ്രമായി പറഞ്ഞിട്ടുണ്ട്. കാരണം സ്ത്രീകളുടെ സ്വകാര്യതയിലേക്കുള്ള ഒരു
കടന്നുകയറ്റമാണ്, അത് എന്തായാലും അനുവദിക്കാൻ പാടില്ല. എന്തായാലും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു രണ്ടാമത്തെ ആ വീഴ്ചയ്ക്ക് ശേഷം. താങ്ക് യു. ചേച്ചി മൻസൂർ നന്നായിരുന്നു കേട്ടോ. ആദ്യം ഒന്ന് പതറിയെങ്കിലും പിന്നീട് എല്ലാം പറഞ്ഞു, മിക്കവാറും എല്ലാ കാര്യങ്ങളും പരാമർശിച്ചു. പിന്നെ ഈ ആധുനിക സാങ്കേതിക വിദ്യകൾ എങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന ഒരു പരാമർശം വേണമെങ്കിൽ അതിൽ നടത്തായിരുന്നു അല്ലേ. പിന്നെ ഈ സ്ത്രീകളുടെ സ്വകാര്യത ഹരീഷ് പറഞ്ഞ പോലെ തന്നെ അത് കവർന്നെടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം, ഒത്തിരി വിവാദങ്ങളുണ്ടായി. പിന്നെ ഇവരുടെ പ്രക്ഷോഭം അവർ കുറച്ചുകൂടെയൊക്കെ ഒന്നുകൂടെ വിപുലപ്പെടുത്തി പറയാമായിരുന്നു. ഇപ്പോൾ മൻസൂർ വീഴ്ചയിൽ നിന്നും ഫീനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്നിങ്ങനെ വീണ്ടും പറന്നുയരാൻ മൻസൂറിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. കാത്തിരിക്കുക. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ട് 2014 പവേർഡ് ബൈ IIIQ-വിൽ ഒരു ചെറിയ ഇടവേള. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവേർഡ് ബൈ IIIQ-വിലേക്ക് വീണ്ടും പ്രേക്ഷകർക്ക് സ്വാഗതം. മത്സരങ്ങൾ തുടരുകയാണ്. ഈ എപ്പിസോഡിൽ ഇനി 2 മത്സരങ്ങളാണ് അവശേഷിക്കുന്നത്. ന്യൂസ് റീഡിങ്ങും ന്യൂസ് ലൈവ് റിപ്പോർട്ടിങ്ങും. സജീവ് വാർത്ത തത്സമയം റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായും. ഇത് ആദ്യ അനുഭവമാണോ? മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ലൈവ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വാർത്ത വായിച്ചിട്ടുണ്ടോ മുമ്പ്? ഇല്ല. പത്രങ്ങളിൽ വായിച്ചു, TV-യിൽ കണ്ടു വാർത്ത. അതെ വാർത്ത വായിക്കുകയാണ്. അതെ. നമസ്കാരം, സിറ്റിസൺ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തടഞ്ഞ സംഭവത്തിൽ ഇടുക്കി MP ജോയ്സ് ജോർജിനെതിരെ പോലീസ് കേസ്. ജോയ്സിനും കണ്ടാലറിയാവുന്ന 25 പേർക്കെതിരെയും അടിമാലി പോലീസ് കേസെടുത്തു. റോയ് കെ പോലോസിനെതിരെ ജോയ്സിന്റെ പരാതി. മൂലം തിരുനാൾ രാമവർമ്മയുടെ സന്ദർശന സമയത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് സംബന്ധിച്ച് ജസ്റ്റിസ് ഇന്ദിര വിശദീകരണം തേടി. നിയന്ത്രണം ഏർപ്പെടുത്തിയത് ക്ഷേത്രമാചാരങ്ങൾക്ക് എതിരാണെന്ന് കേന്ദ്ര അപ്പോൾ സ്റ്റെഫി വാർത്ത വായിക്കാൻ പറ്റില്ല, തെറ്റിയില്ലല്ലോ. ജോയ് സ്റ്റെഫി ഒരിക്കൽ കൂടി വായിക്കട്ടെ. ഓക്കെ, ജഡ്ജിമാർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരവസരം കൂടി. നമസ്കാരം, സിറ്റിസൺ റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തടഞ്ഞ സംഭവത്തിൽ ഇടുക്കി MP ജോയ്സ് ജോർജിനെതിരെ പോലീസ് കേസ്. ജോയ്സിനും കണ്ടാലറിയാവുന്ന 25 പേർക്കെതിരെയും അടിമാലി പോലീസ് കേസെടുത്തു. റോയ് കെ പൗലോസിനെതിരെ ജോയ്സിന്റെ പരാതി. മൂലം തിരുനാൾ രാമവർമ്മയുടെ സന്ദർശന സമയത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് സംബന്ധിച്ച് ജസ്റ്റിസ് ഇന്ദിര വിശദീകരണം തേടി. നിയന്ത്രണം ഏർപ്പെടുത്തിയത് ക്ഷേത്രാചാരങ്ങൾക്ക് എതിരാണെന്ന് ക്ഷേത്രതന്ത്രി. രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിക്കുന്നതായി പ്രീജ ശ്രീധരൻ റിപ്പോർട്ടറോട്. ഏഷ്യൻ ഗെയിംസ് തന്റെ അവസാന അന്താരാഷ്ട്ര മത്സരമായിരുന്നു. പിന്തുണച്ചവർക്കെല്ലാം നന്ദി. ഏഷ്യൻ ഗെയിംസിലെ വെള്ളി നേട്ടം ടീമിന്റെ ഒത്തൊരുമയുടെ ഫലമെന്ന് ഹോക്കി താരം ശ്രീജേഷ്. ഏഷ്യൻ ഗെയിംസിൽ വെള്ളി മെഡൽ നേടാനായില്ല. സംസ്ഥാനത്ത് ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ് ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനകൾ. രണ്ടും കൂടി നോക്കാൻ പറ്റുന്നില്ല മാം. എനിക്ക് TV-യും പ്രോംപ്റ്ററും കൂടി.
വിഷമിക്കേണ്ടതില്ല, ഇത് എലിമിനേഷൻ റൗണ്ട് അല്ല, ടെൻഷൻ വേണ്ട. സ്റ്റെഫി നേരെ റിപ്പോർട്ടിലേക്ക് പോവുക, ആ വാർത്ത നോക്കി. വാർത്തകൾ വിശദമായി. സ്പാനിഷ് ലീഗിൽ ബാഴ്സലോണയ്ക്ക് വീണ്ടും വിജയം. സൂപ്പർ താരങ്ങളായ മെസ്സിയും നെയ്മറും വീണ്ടും സ്കോർ ചെയ്തപ്പോൾ റയോ വവക്കാരെ എതിർക്കാതെ 2 ഗോളുകൾക്കാണ് ബാഴ്സ തകർത്തത്. ഈ വാർത്തയെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളുമായി സജീവൻ ചേരുന്നു. സജീവൻ, എന്താണ് വിശദാംശങ്ങൾ? സ്റ്റെഫി, ഞാനിപ്പോൾ നിൽക്കുന്നത് ബാഴ്സലോണയുടെ സ്വന്തം തട്ടകമെന്നറിയപ്പെടുന്ന ലാലിഗ മൈതാനിയുടെ ഗാലറിയിലാണ്. 149 വർഷം പഴക്കമുള്ള ബാഴ്സലോണയും 112 വർഷം പഴക്കമുള്ള റയോ വല്ലക്കാനയും തമ്മിലുള്ള പോരാട്ടത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് വല്ലക്കാനയെ ബാഴ്സലോണ പരാജയപ്പെടുത്തിയത്. ജെയിംസ് ബക്കല്ലോ പഠിപ്പിച്ച കുട്ടികൾ നിരാശയുടെ പുതിയ തലങ്ങൾ തേടുകയാണ് കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. കളിയുടെ 44-ാം മിനിറ്റിൽ അർജന്റീനയുടെ താരവും ബാഴ്സലോണയുടെ 10-ാം നമ്പർ ജേഴ്സി അണിയുന്ന മെസ്സി എന്ന മിഷിഹ കാൽച്ചുവെട്ടിലൂടെ പന്തിനെ കൃത്യമായി കീഴടക്കി ടാക്ലിങ്ങിലൂടെ ഗോൾ വലയത്തിന് 30 മീറ്റർ അകലെ വെച്ച് കൃത്യം തന്നെ അറ്റിറ്റാനോയും അമാൽഡയും കട്ട് ചെയ്ത് ഗോൾ പോസ്റ്റിലേക്ക് ബാൾ പായിക്കുമ്പോൾ ഡേവിഡ് ബൽക്കാനോ എന്ന കോച്ചും ക്യാപ്റ്റനും ഗോൾ കീപ്പർക്കും ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാണുവാൻ കഴിയുന്നത്. കളിയുടെ 44-ാം മിനിറ്റിൽ മെസ്സി കൃത്യമായി സാബി തൊടുത്തുവിട്ട പന്തിനെ കൃത്യമായി തന്നെ വരയിലെത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ജെയിംസ് ബക്കല്ലോ പഠിപ്പിച്ച കുട്ടികൾ തീർത്തും നിരാശരാകി പോകുമ്പോൾ 75,000 കാണികളിൽ 70,000 കാണികൾ ബാഴ്സലോണയുടെ മാത്രം കാണികളാകുന്നു. നീലയും ചുവപ്പും കലർന്ന ജേഴ്സി നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ആഹ്ലാദത്തിൻ്റെ സ്പാനിഷ് ഫോക്ക് സംഗീതമായിട്ടുള്ള ഐബിയൻ പെനിൻസുല മുഴക്കി കേൾക്കുന്ന നൃത്തം ചവിട്ടുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. സമയം അധികരിക്കുന്നു. സജീവ് നന്നായി റിപ്പോർട്ട് ചെയ്തു. സ്റ്റെഫി ആദ്യ പകുതിയിൽ ഒന്ന് കാലിടതെങ്കിലും നന്നായി തന്നെ ചോദ്യം കൈകാര്യം ചെയ്തു. നമുക്ക് നമ്മുടെ മത്സരാർത്ഥികളായ സ്റ്റെഫിയുടെയും സജീവിൻ്റെയും പെർഫോമൻസ് എങ്ങനെയിരുന്നുവെന്ന് വിധികർത്താക്കൾ പറയുന്നത് കേൾക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവേർഡ് ബൈ ട്രിപ്പിൾ IQവിൽ ചെറിയ ഒരു ഇടവേള. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ട് 2014 പവേർഡ് ബൈ ട്രിപ്പിൾ IQവിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്റ്റെഫി, എന്ത് തോന്നുന്നു മത്സരം? ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സജീവ്, റിപ്പോർട്ടിംഗ് അനുഭവം, വാർത്താ അവതാരകയുടെ ഇടപെടൽ വൈകിയത് കാരണം ഉദ്ദേശിച്ചൊരു ടെമ്പോ കിട്ടിയിട്ടില്ലായിരുന്നു. ഓക്കെ, ഏതായാലും വിധികർത്താക്കളോട് ചോദിക്കാം. സ്റ്റെഫി, എന്ത് തോന്നുന്നു? വിഷമമുണ്ടോ? ഇനിയിപ്പോൾ കവിത എഴുതുന്ന പ്രസംഗിക്കുന്ന സ്റ്റെഫിയാണോ ഇത്? ആദ്യ പകുതിയിൽ ശേഷം വീണ്ടും ഒരു ചാൻസ് കൂടെ കിട്ടി, അതും ഫലപ്രദമായി വിനിയോഗിച്ചില്ല അല്ലേ? അതിനുശേഷം രണ്ടാമത് ചോദ്യം വന്ന സമയത്താണ് അത് ഒരുവിധം അങ്ങ് നിർവഹിച്ചത്. സജീവ്, സ്പോർട്സ് രക്തത്തിൽ അലിഞ്ഞിട്ടുണ്ടെന്ന്. സ്പോർട്സ് മൊത്തമല്ല, ഫുട്ബോൾ വളരെ നന്നായിട്ടൊരു സ്പോർട്സ് റിപ്പോർട്ടറുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ആ സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു. പക്ഷേ ഇടയ്ക്ക് ചില പ്രയാസങ്ങളുണ്ടായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെ കളർ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ലൈവ് റിപ്പോർട്ടിങ്ങിൽ. എന്തായാലും ഒരു സിറ്റിസൺ റിപ്പോർട്ടർ എന്ന നിലയിൽ മറ്റ് ഏതൊരു സ്പോർട്സ് റിപ്പോർട്ടറോടും കിടപിടിക്കുന്ന രീതിയിൽ തന്നെ സജീവ് ഇക്കാര്യങ്ങൾ അവതരിപ്പിച്ചു. എന്തായാലും ആശംസകൾ. റാണി ചേച്ചി. സ്റ്റെഫി, ഒന്ന് ചിരിച്ചേ, നന്നായിട്ട് ചിരിച്ചേ. വീട്ടിലെ ഒറ്റക്കുട്ടിയാണോ? ഒരു മോളല്ലേ എനിക്ക് തോന്നി. ഈ കണക്ക് മാഷ് തല്ലാൻ വരുമ്പോഴേ കുട്ടി പ്രാണരക്ഷാർത്ഥം ഹെഡ് മിസ്ട്രസിനെ നോക്കുന്ന പോലെ സ്റ്റെഫി എന്നെ ഒന്ന് നോക്കി. പക്ഷെ കണക്ക് മാഷിനെ ഹെഡ് മിസ്ട്രസിന് പേടിയാ, ജോയി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹെഡ് മിസ്ട്രസിന് ഒരു മോഡറേഷൻ കൊടുക്കാം.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ വിഷമിക്കണ്ട കേട്ടോ, നന്നായിട്ടുണ്ട്. വായന നല്ലതാണ്, പക്ഷേ ഈ സാങ്കേതിക പ്രശ്നമോ അല്ലെങ്കിൽ പ്രോംപ്റ്റർ കൈകാര്യം ചെയ്യാൻ ചെയ്തതിലെ അപാകതയോ ഒക്കെ ഉള്ളൂ കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല, വായനയും ചോദ്യങ്ങളും ഒക്കെ നല്ലതാണ്. ഇനി മാർക്ക് അറിയുവാനുള്ള സമയമാണ്. മൻസൂറിനെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സജീവ്, മൻസൂർ, സ്റ്റെഫി. നേരത്തെ പറഞ്ഞു എലിമിനേഷൻ ഇല്ല. ഈ റൗണ്ട് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ്റെ ആഗ്രഹം ആണ് ടി വിയിൽ ന്യൂസ് വായിക്കുക എന്നത്. അപ്പോൾ മത്സരാർത്ഥികൾക്ക് ഒരു കടക്കുക, ന്യൂസ് വായിക്കുവാനുള്ള അവസരം കൊടുക്കുക. അതുമാത്രമേ ന്യൂസ് റീഡിംഗ് എന്ന മത്സരത്തിലൂടെ ലക്ഷ്യമാക്കുന്നുള്ളൂ. അതുകൊണ്ട് ദുഃഖിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് മാർക്കുകളിലേക്ക് കടക്കാം. മൻസൂറിന് ഞാൻ നൽകുന്നത് 82 മാർക്കാണ്. മൻസൂർ, ഞാൻ 84 മാർക്ക്. സജീവിന് 78 മാർക്ക്. 80 മാർക്ക്. സ്റ്റെഫിക്ക് 50 മാർക്ക്. സ്റ്റെഫി മോളെ, ഞാൻ വാക്കു പാലിച്ചിരിക്കുന്നു. 55 മാർക്ക് മോഡറേഷൻ. മത്സരാർത്ഥികളുടെ വിധി എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞു, മാർക്കും അറിഞ്ഞു കഴിഞ്ഞു. മറ്റു മത്സരാർത്ഥികളുടെ മത്സരങ്ങളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവേർഡ് ബൈ ട്രിപ്പിൾ IQ-വിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നിങ്ങളുടെ ഊഴം.